बस ठीक हो, मस्त नहीं हो, मस्त नहीं, ठीक हो। ठीक है। अभी क्वेश्चन साइड में थोड़ा और शांत करो, क्वेश्चन मस्त हो जाएगा, मस्त हो जाएगा। आप कैसे हो? बढ़िया बढ़िया പേടിയോ? बढ़िया ആ പേടിയാണോ? യൂണിവേഴ്സ് ഉറങ്ങുന്നത് പഠിച്ച ജോലികളാ കഴിഞ്ഞു, ഇനിയില്ല, കഴിഞ്ഞു കഴിഞ്ഞു. अभी बोल सकते हो, कोई दिक्कत नहीं है, ऐसे ही पूछो, कुछ नहीं, प्रॉब्लम नहीं है। हिंदी आता है, बहुत अच्छी तरह ही आता है। हाँ, सिर्फ अन्ना की है, अन्ना की। എല്ലാരും പറഞ്ഞു ധ്യാൻ ചേട്ടനോട് ഇരിക്കുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഞങ്ങളുടെ ഒരു ഭാഗ്യമായിരുന്നു കാണുന്നത്. അങ്ങനെ കാണുന്ന ഒരാളായിരിക്കണേ. സാധനം ഇറങ്ങിയില്ലേ പരിപാടി. പിന്നെ എനിക്കൊന്ന് ഇന്റർവ്യൂ ഇവന്റെ ചേട്ടന്റെ പാട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നിലാണ് സത്യത്തിൽ. ഇവന്റെ ചേട്ടനാണ് ആ പാട്ട് പാടിയത്. പക്ഷെ അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊടുക്കുന്നതല്ല, എനിക്ക് കിട്ടിയെന്നുള്ളത്. സ്വന്തം കൂടി ചേട്ടന്റെ പാട്ട് ഹിറ്റാക്കാൻ നോക്കി അങ്ങനെ വന്നതാണത്. സ്ഥലത്താണ് നിങ്ങളെ കാണുന്നത്. എന്നാ ചാൻസ് ഉണ്ടായിട്ടാ കപ്പൽ പോലെ കഴിഞ്ഞ കഴിഞ്ഞാൽ നോക്കട്ടെ, എന്റെ പ്രശ്നം നടക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അത് ചെയ്യുവാണെങ്കിൽ ഇവൻ അഭിനയിച്ച കാരണവർക്ക് കൊടുത്തിട്ടുണ്ടാവും. തിരക്കിനിടയിൽ മറ്റേ ചാക്കോടെ കുറെ സ്വർണത്തിനിടയിൽ ഏട്ടന്റെ കാപ്പോ മുങ്ങിപ്പോയിരുന്നെന്ന് പറഞ്ഞാല് ഇരിപ്പുണ്ട് സുഹൃത്തുക്കളെ. സ്ക്രിപ്റ്റുകൾ എപ്പോഴും മലയാളികൾക്ക് എക്സൈറ്റ്മെന്റ് എലമെന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ട്രെയിലർ കണ്ടപ്പോഴും ഒരു ഫീല് കിട്ടി, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ശ്രീനിച്ചാൻ കണ്ടപ്പോഴേക്കും എന്തായിരുന്നു റിയാക്ഷൻ? ഞാന് ഇത് ഈ നടന്ന സംഭവം ഇതൊരു എന്താ പറയുക, ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ നടന്ന സംഭവം എന്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം അതേപടി ഉള്ളെടുത്ത് നറേറ്റ് ചെയ്യുന്നത്. ഫോണുണ്ടോ? ഇരിക്കണം മുഴുവൻ ഫോണുണ്ട്. മൈക്കിന്റെ അടുത്ത് ഫോണൊന്നും ഇപ്പൊ അങ്ങനെ വെച്ചൊന്നും വരികയില്ല. ഇതൊക്കെ പണ്ട് വലുതാണ്. ശരി. അപ്പൊ അച്ഛനോട് ഈ സംഭവം അതേപടി ഈ നടന്ന സംഭവം, ആ രാത്രിയിൽ നടന്ന ആ സംഭവം അതേപടി പറയുക ചെയ്ത്. അപ്പൊ പുള്ളി അതിന് ഒരു എന്താ പറയുക, ഇതിന്റെ സിനിമയായി വരും ഒക്കെ, സിനിമയായി വന്നാൽ രസം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മള്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതില് എന്റെ അച്ഛനായിട്ടാണ് അപ്പൊ അച്ഛൻ അഭിനയിച്ചിരിക്കുന്നത്, അപ്പൊ അതിനകത്ത് ചെറിയൊരു വേഷം ഉണ്ടെന്ന് ചോദിച്ചാൽ പുള്ളി സന്തോഷത്തോടെ വന്ന് ചെയ്തു തന്നു. അത് അതുകൊണ്ടല്ല, നമ്മള് കഴിഞ്ഞ വർഷം തൊട്ട് ഇത് റിലീസ് ചെയ്യാൻ, കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് നോക്കിയപ്പോ ഇവര് കൊണ്ടലുണ്ടായിരുന്നു. കൊണ്ടലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, മിന്നലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, പിന്നെ ഏതാണ് നടന്ന സംഭവം ഡിറ്റക്റ്റീവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇവരുടെ തന്നെ സിനിമകൾ കറക്റ്റ് സമയത്ത് ഓരോ സിനിമകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പൊ നമ്മളൊരു സമയം നോക്കി 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 പിന്നെ എല്ലാം ഈ തിരക്കും പരിപാടി എല്ലാം, കാരണം കഴിഞ്ഞ മാസങ്ങൾ വർഷങ്ങളൊക്കെ എല്ലാ ആഴ്ചയും 3-4 റിലീസൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ടാക്കേ വരുള്ളൂ. അപ്പൊ അത് അങ്ങനെ നമ്മള് ഒരു കറക്റ്റ് ഒരു സമയം നോക്കി. പിന്നെ ഈ ഫെബ്രുവരി മാസം ഞാൻ ആക്ച്വലി എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് പ്രൊമോട്ട് ചെയ്യാനും എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ ഈ ഒരു റിലീസ് ഈ മാസം നോക്കിയതാണ്. അങ്ങനെ വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മളത് സിനിമയാക്കിയത്. അപ്പോ സിനിമയാക്കിയത് അങ്ങനെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞു, ഇത് സിനിമ നമ്മള് ഒരു കഥ ഇഷ്ടമായി നമുക്കൊരു എല്ലാവരോടും പറഞ്ഞ ഇഷ്ടമായതിനു ശേഷം ഇത് ഏത് ഘട്ടത്തിൽ വേണമെന്ന് പാളിപ്പോ മനസ്സിലായി. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നന്നായി ഷൂട്ട് ചെയ്ത് പറയണം, ഇതിന്റെ ബാക്കി
ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തു കറക്റ്റായിട്ട് വരണം, നല്ല പെർഫോമൻസ് വരണം. നമ്മളിപ്പോ ഒരു കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഞാൻ അജുവേട്ടനെയും രമേശ് ഏട്ടനെയും ധർമ്മേട്ടനെയും വെച്ചിട്ടാണ് ഇവരുടെ കോമ്പിനേഷനാണ് ഞാൻ ആദ്യം പിടിക്കാൻ വെച്ചത് പോലീസുകാരുടെ. അപ്പൊ എനിക്ക് ഇവരെ ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റേജ് ഷോസും അല്ലെങ്കിൽ ഇവരുടെ ബഡായി ബംഗ്ലാവിലെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചപ്പോ ഇവർ ഓൺ സ്ക്രീൻ വരുമ്പോൾ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാ ചിന്തിച്ചിരുന്നത്. പിന്നെയാണ് രമേശ് ഏട്ടനും അജു ഒരു കോംബോ വരുവാണെന്ന് എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവര് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഓൺ സ്ക്രീൻ ചില ആൾക്കാർക്ക് ഒരു കെമിസ്ട്രി ഉണ്ടാവില്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വരണം. ഇതിൽ ഏതെങ്കിലും പാളിൽ പോയി കഴിഞ്ഞാലും ഇതൊന്നും കറക്റ്റ് വന്നില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതൊന്നും പരിപാടി വർക്കാവില്ല. ജീവ ആയിക്കോട്ടെ, ദിവ്യനായിക്കോട്ടെ, എനിക്ക് ഈ പറയുന്ന ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതും എനിക്കറിയാവുന്ന എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ജീവജീവിത റോളായിക്കോട്ടെ, ദിവ്യജീവിതമായിക്കോട്ടെ, ഇവരെയൊക്കെ ഞാൻ എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഇവരെയൊക്കെ എനിക്ക് എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ജീവയുടെ ഷോസും അല്ല ആങ്കർ ചെയ്തതും അല്ലെങ്കിൽ ജീവയുടെ യൂട്യൂബ് ഇതും ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം ആ രീതിയിൽ എനിക്ക് എനിക്ക് എന്റെ കൂട്ടുകാരനായിട്ട് എനിക്ക് അധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ദിവ്യനാണ് എനിക്ക് ഇതേപോലെ സിനിമക്കപ്പുറത്തൊരു പരിചയം ബന്ധമുണ്ട്. ദിവ്യനാണ് ഈ പ്രൊജക്ട് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ദിവ്യനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യുമോ, കാരണം പഴയ വിന്റേജ് മുകേഷ് ഏട്ടന്റെ ചില മാനറിസവും ഇതൊക്കെ അളിയന്റെ ഉണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് അളിയത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഇതൊക്കെ എല്ലാം ഒത്തു വന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ഒരു സാധനം ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മികച്ച വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ നമ്മള് ആർട്ടിസ്റ്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, എന്നാൽ പോലും നമ്മള് ഷൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ചില റെസ്ട്രിക്ഷൻസും ചില കാരണം നമ്മള് ഷൂട്ട് ചെയ്ത സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് പോയി. പക്ഷെ ആർട്ടിസ്റ്റ് പെർഫോമൻസിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര വിശ്വാസമുണ്ട്. ഇവരുടെയൊക്കെ ഒരു കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ രമേശ് ഏട്ടനെ എനിക്കൊന്ന് കപ്പലമലയാളിക്ക് ശേഷം രമേശ് ഏട്ടന്റെ കരിയർ ബ്രേക്ക് ആയിരിക്കും ഈ സാധനം അല്ലേ. കപ്പലമലയാളി കണ്ടിട്ടാണ് ഇത് കാണുന്നെങ്കിലേ നിങ്ങൾക്ക് ആരാധന തോന്നും. പക്ഷേ ഇപ്പൊ അന്നൊക്കെ സിനിമ ഇറക്കുമ്പോ ഇതിനെ പോലെ വന്നിരുന്ന് തള്ളാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അന്ന് പത്രത്തില് ഭയങ്കര വിലയാണ് ഒരു കാലിന്റെ പരസ്യം കൊടുക്കുന്നതിന് തന്നെ. അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. പണിയെടുത്തു അത് തന്നെ. നീ കാരണം അവർക്ക് പ്രൊമോഷൻ വിശ്വാസം എടാ നല്ല വിശ്വാസമുണ്ട്.